നടനും സംവിധായകനുമായ ബിബിൻ ജോർജിനെ കോളേജ് പരിപാടിക്കിടെ അപമാനിച്ച് കോളേജ് പ്രിൻസിപ്പാൾ. ആദ്യം വിഷയം വഷളാകാതിരിക്കാൻ ബിബിൻ തന്നെ ശ്രമിച്ചെങ്കിലും പിന്നീട് കോളേജ് യൂണിയൻ തന്നെ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിശദീകരണവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ഗുമസ്തൻ എന്ന ചിത്രത്തിന്റെ പ്രമോഷനും കോളേജ് മാഗസിൻ പ്രകാശനത്തിനുമായി കോളേജിലെത്തിയ ബിബിൻ ജോർജിനെയാണ് പ്രിൻസിപ്പൽ അപമാനിച്ചത്. വളാഞ്ചേരി MES KVN കോളേജിലെ യൂണിയൻ പ്രവർത്തകരുടെ ക്ഷണം സ്വീകരിച്ചാണ് താനും അണിയറ പ്രവർത്തകരും എത്തിയതെന്നും പ്രമോഷന്റെ കാര്യം ആദ്യമേ പറഞ്ഞ യൂണിയൻ ഭാരവാഹികൾ സമ്മതിച്ചിരുന്നെന്നും ബിബിൻ പറഞ്ഞു. എന്നാൽ മാഗസിൻ പ്രകാശനത്തിന് ശേഷം പ്രസംഗിക്കാനൊരുങ്ങിയ ബിബിനോട് പ്രസംഗിക്കേണ്ട എന്ന പ്രിൻസിപ്പൽ ആവശ്യപ്പെടുകയായിരുന്നു. ചേട്ടാ, നമ്മളെ എന്നൊരു മാഗസിൻ പ്രകാശനത്തിന് വേണ്ടി വിളിച്ചാണ്. അപ്പൊ നമ്മുടെ പടത്തിന്റെ പ്രമോഷനും ഉണ്ടാവും ഞാൻ പറഞ്ഞു. അവരും ഓക്കെ പറഞ്ഞു. യൂണിയനാണ് പറഞ്ഞത്. അവരെല്ലാരും സമ്മതിച്ചു. കോളേജിൽ ചെന്നപ്പോ നമ്മുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ കയറി മുകളിലേക്ക് ചെന്നു. നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അന്നൊരു അപ്പൊ ഞാൻ ഈ ഹാളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് അധികമൊന്നുമില്ല, ഒരു ഇരുട്ട് പോലത്തെ ഇരുന്നേച്ച്. സ്റ്റേജിലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഞാൻ കയറി കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഗുമസ്തന്റെ ടീമുകളെയും അധ്യാപകരും അവരൊക്കെ ചേർന്ന് വിളിച്ച് സ്റ്റേജിൽ ഇരുത്തി നമ്മൾ തുടങ്ങി. ഞാനിങ്ങനെ തുടങ്ങി. അപ്പൊ പിള്ളേരോട് ചോദിച്ചു, ഇങ്ങനെ മാക്സിമം പ്രശ്നം എന്നാണ്, വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ. അതിനുശേഷം ഇങ്ങനെ ഞാൻ പടത്തിന്റെ പ്രൊമോഷൻ കൂടിയാണ് വന്നതെന്ന് പറഞ്ഞപ്പോ ഒരു പേര് ഗുമസ്തൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും സംസാരിക്കാനൊക്കെ ഉണ്ട്, നമുക്ക് പ്രകാശനം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അദ്ദേഹം കയറി വന്നിട്ട് ഇങ്ങനെ എന്നോട് പറയായിരുന്നു, അതായത് പ്രകാശനം ചെയ്യണമെങ്കിൽ അത് ചെയ്യാതെ അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാൻ വേണ്ട, പറയാൻ വേണ്ട എന്ന് പറഞ്ഞ. അപ്പൊ ഇവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടല്ലേ ഒന്നെന്നുള്ള രീതിയിൽ അപ്പൊ ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തന്നോട് പ്രിൻസിപ്പൽ പ്രസംഗിക്കരുതെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞാണ് ബിബിൻ അന്ന് വേദി വിട്ടത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ തനിക്ക് ചെറുപ്പം മുതൽ ശീലമാണെന്നും പക്ഷേ ഇത് തന്നെ മാത്രമല്ല കൂടെ വന്നവരെ കൂടി അപമാനിക്കുന്ന തരത്തിലായെന്നും താരം വ്യക്തമാക്കി. എന്നിട്ടും താനൊന്നും പ്രതികരിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ തന്നെ കോളേജ് യൂണിയന്റെ പേജിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചതോടെയാണ് സംഭവങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ടി വന്നതെന്നും ഇത്രയും വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച പ്രിൻസിപ്പലിന്റെ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചെന്നും തനിക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കും നാണക്കേടുണ്ടായെന്നും ബിബിൻ കൂട്ടിച്ചേർത്തു. എനിക്ക് ശരിക്കും പറഞ്ഞാല് അവിടെയാണ് നമുക്ക് പെയിൻ ആവുന്നത്. വേറെ ഒന്നുമല്ല, നമ്മള് കുറെ ഇതേപോലെ നമ്മൾ അറിയില്ല, എന്റെ കുഞ്ഞുനാൾ വരെ ഇതിന്റെ ഒക്കെ കുറെ നമ്മൾ കേട്ടും കുറെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. ഷൈജു, ശ്രീധർ, ജയ്സൺ. ഇതിപ്പോ എന്റെ പേര് മാത്രമാണ് ശരിക്കും വരുന്നത്. അവരും കൂടി ഉണ്ട് ഇതില്. അവരെയും കൂടി അപമാനിച്ചത്. അപ്പൊ ഞാൻ വല്ലാണ്ടായിപ്പോയി. എന്ത് പറയണമെന്നായിപ്പോയി. കാരണം അവരോട് മിണ്ടരുത്, എന്നോട് മാത്രം ചെയ്തിട്ട് ഇറങ്ങിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴേ കുട്ടികളൊക്കെ ഞാൻ അവിടെ നിന്ന് കയറിയ മുതൽ പറയുന്നത് പാട്ട് പാടണം. ഞാൻ എല്ലാ കോളേജിലും പോയിട്ട് പാട്ടൊക്കെ പാടാറുണ്ട് ചേട്ടാ, പരിപാടിയൊക്കെ ചെയ്യാറുണ്ടേ. അപ്പൊ അത് ഇത് വല്ലാത്തൊരു ഇതായിപ്പോയി. എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല ചേട്ടാ. സത്യം ഞാനത് റിയാക്ട് ചെയ്യണ്ട എന്ന് കരുതിപ്പോ തന്നെ ഞാൻ ഇറങ്ങിയതാണ്. ഈ പ്രമോഷൻ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ നമ്മുടെ സിനിമ നന്നായി പോകുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ എങ്ങനെയാണ് കറങ്ങി വന്നത് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേര് തന്നെ അവിടെ കോളേജ് യൂണിയൻ പേജിൽ ഇതിട്ടു വീഡിയോ. അങ്ങനെയാണ് അവിടെ സ്ട്രൈക്ക് ഒക്കെ ഉണ്ടായത്. ഞാനും പിന്നെ അറിയുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു വന്നാണ്. ഇപ്പൊ എല്ലാരും ഇപ്പൊ എന്നോട് ഇപ്പൊ അങ്ങനെ പിന്നെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിട്ട് ചോദിക്കുമ്പോ ഞാൻ ഇല്ല ഒന്നുമില്ല എന്ന് പറയണതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പറയാണ്. ഈ മാനസികമായിട്ടുള്ള ഒരു തളർച്ച വന്നോ? എന്താണ് അവസ്ഥ? മാനസികമായിട്ടെന്ന് വെച്ചാല് നമ്മൾ ആ നാണം കിട്ടുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അത്രയും പിള്ളേർ മുമ്പിലിരുന്നല്ലേ. പിന്നെ ഈ ആർട്ടിസ്റ്റുകള് എന്നെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് അവരോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, എന്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെ പെരുമാറുമ്പോ നമുക്കിപ്പോ അത് അവർക്ക് താല്പര്യമില്ലെന്ന് വിചാരിക്കുക. അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് നടന്നതെന്ന് വിചാരിക്കുക. നമ്മള് വിളിച്ചിട്ടാണല്ലോ, അവരെ സ്റ്റേജിൽ വിളിച്ച് കയറ്റിയിരുത്തേണ്ട കാര്യമില്ലല്ലോ ഏട്ടാ. പിന്നെ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് വേണമെങ്കിൽ എന്നോട് ആ സാറിന് മാറ്റി വിളിച്ചിട്ട് ഇവിടെ ഇത് മാത്രം മതി കേട്ടോ ബിബിനെ, വേറെ ഒരു പരിപാടി വേണ്ട കേട്ടോ, ഒന്ന് മര്യാദക്ക് പറഞ്ഞാലും ഓക്കെ അല്ലേ? അതും ഒരു അല്ലെ എഡ്യൂക്കേഷന്റെ ഭാഗമല്ലേ ചേട്ടാ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഹേർട്ടാവേ ഇല്ല, അവര് കേൾക്കില്ല. ഇതിപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തന്നെ ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ ആയിപ്പോയി അവിടെ നിന്ന് കഴിഞ്ഞപ്പോ. പ്രതിഷേധം
കഴിഞ്ഞ ദിവസമാണ് ബിബിനെ അപമാനിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടത്. ഗുമസ്തൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ വേദിയിലുണ്ടായിരുന്നു. പ്രിൻസിപ്പാളിനെ വേദനിപ്പിക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്നും വിഷയം ഗുമസ്തന്റെ പ്രമോഷനാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ബിബിൻ പറഞ്ഞു. പ്രിൻസിപ്പാളിന്റെ നടപടിയെ വിമർശിച്ച് പലരും ഇതോടെ രംഗത്തെത്തി. കുട്ടികളോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ബിബിൻ ആവശ്യപ്പെടുന്നതും വീഡിയോയിലുണ്ട്. നിങ്ങൾ കണ്ടു കാണാം. എന്താണ് പടത്തിന്റെ പേരെന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നല്ല ഭക്ഷണം കഴിക്കാം, രണ്ട് നല്ല മനുഷ്യരെ കാണാം. അതേസമയം കോളേജിലെ മാഗസിൻ പ്രകാശനത്തിന് മാത്രമാണ് അനുമതി കൊടുത്തതെന്നും സിനിമയുടെ പ്രൊമോഷൻ കോളേജ് അധികൃതർ അറിഞ്ഞില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.